വി ആർ ഇൻകമ്പാറ്റബിൾ. നിനക്കവിടെ ആരോടെങ്കിലും ഇഷ്ടം തോന്നി. എടാ ഇന്നത്തെ പരിപാടി ക്യാൻസലേ. അതെന്നാ പറ്റി? ചെറിയൊരു ബ്രേക്കപ്പ്. ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാ ഒരാളെ കുറെ കാലം സ്നേഹിച്ചിട്ട് പെട്ടെന്നല്ല മറക്കാൻ സാധിക്കുന്നത്? അവൾ വിളിച്ചായിരുന്നോ? ഇല്ല. ഞാൻ പറയുന്നതുകൊണ്ട് നീ വേറൊന്നും ചിന്തിക്കല്ല്. എടാ നീ അവിവേകമൊന്നും കാണിക്കല്ല്. നമുക്കെല്ലാം സംസാരിച്ച് പരിഹരിക്കാം. എന്ത്? അല്ല കടുങ്കൈയൊന്നും ചെയ്യല്ലെന്ന്. നിനക്ക് അവളെക്കാളും നല്ലൊരു പെണ്ണ് കിട്ടും, അതെനിക്ക് ഉറപ്പാ. അല്ല നീ എന്ത് ചിരിക്കുന്നു? ഇത് തന്നെ അവളും പറഞ്ഞു. ഓ അങ്ങനെയാണോ? അല്ല നീ അവളെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലേ? അതളിയാ ഞാൻ ശരിക്കും ഒന്ന് ചിന്തിച്ചപ്പോഴത്തേക്കില്ലേ, നമ്മൾ ഇവറ്റകളോട് സംസാരിച്ചിട്ടേ കാര്യമില്ല. അത്രയ്ക്ക് റെസ്പോൺസിബിളാണ് ഇവർ. അതുകൊണ്ട് നമ്മൾ സംസാരിക്കാതെ മിണ്ടായിരിക്കുക. പിന്നെ നിനക്ക് എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഈ ജോണിച്ചോൻ്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമല്ലേ. അതൊക്കെ വിട്. എടാ നമ്മുടെ കോളേജിൽ പഠിച്ച വൃന്ദയെ നിനക്ക് ഓർമ്മയുണ്ടോ? നല്ല ചുരുണ്ട മുടിയൊക്കെ ഉള്ള. ഞാൻ അവളോട് സംസാരിക്കട്ടെ നിനക്ക് വേണ്ടി? നല്ല ബെസ്റ്റ് പെണ്ണാടാ, എനിക്കറിയാം. മോനെ ജോണി, ഞാൻ അത്ര ഫ്രസ്ട്രേറ്റഡ് അല്ല. എടാ ഒന്നല്ലേ പുതിയ റിലേഷൻഷിപ്പിൽ കയറണം, അല്ലെങ്കിൽ നീ ശരിക്കും ബിസിയായി എൻഗേജായി അങ്ങോട്ട് മാറണം. അല്ല ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയ മൈൻഡ് ഫക്ടപ്പ് ആവുക, ഓർത്ത് വെച്ചോ. ഞാനേ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോയിക്കോളാം. എനിക്കിനി പെണ്ണ് വേണമെന്നില്ല. ഓക്കെ? എടാ ഞാൻ ഉദ്ദേശിച്ച എന്തെന്ന് വെച്ചാൽ, ഒന്ന് നീ മുട്ട കഴി, അല്ലെങ്കിൽ ചിക്കൻ കഴി. ഒന്നുമില്ല വിരൽ അണ്ണാക്കിട്ട് മിണ്ടായി. നിന്നോടൊക്കെ പറയാൻ വന്ന എന്നെ വേണം മടൽ വെട്ടി അടിക്കാൻ. എടാ ഒരു മിനിറ്റ് അളിയാ, ഞാൻ ഇപ്പോൾ വരാവേ. അവള് വിളിക്കുന്നു. ലെനയാണോ? ഏത് ലെന? ഇതെൻ്റെ ലൈനാ. അയ്യ അതിൻ്റെ ഒരു ചന എന്ന് പറയാൻ. പിന്നെ എൻ്റെ ചന എന്നെയല്ലേ വിളിക്കുന്നത്. ഹലോ, എന്തുണ്ട് വിശേഷം? ഹലോ. ഹലോ. ആക്ച്വലി ഇന്ന് അമ്മയോട് സംസാരിച്ചപ്പം എനിക്കറിയില്ല, അമ്മയുടെ വിഷമം വെച്ച് നോക്കുമ്പം എൻ്റെ വിഷമം ഒന്നുമല്ല. അതോർത്ത് സന്തോഷിക്കണോ അതോ അമ്മയുടെ വിഷമം ഓർത്ത് സങ്കടപ്പെടണോ? ഓ ഐ ആം സോറി. എന്തൊക്കെയാ പറയുന്നത്? ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ തൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇതാവും ചിന്തിക്കുക. താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ കഴിച്ചു. താനോ? കഴിച്ചു. അപ്പോൾ ശരിയെങ്കിൽ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ അമ്മയാ? ഹായ്. വിഷമൊക്കെ മാറിയോ? ആ മാറി വരുന്നു. മാറണമല്ലോ. ഓക്കെ. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. ഓ. ഒരു ഹെൽപ്പ് ചെയ്യോ? എന്താണ്? വിരോധം ഇല്ലെങ്കിൽ എന്നെ അവിടെ വരെ ഡ്രോപ്പ് ചെയ്യോ? അടുത്താ. അതാണ്. വാ കേറിക്കോ. ഹലോ. നീ കൺഗ്രാറ്റ്സ് പറഞ്ഞേ.
കൺഗ്രാറ്റ്സോ? എന്തിന്? നീ ആദ്യം പറ. ശരി, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇനി പറ, എന്താ കാര്യം? എന്റെ സ്കോളർഷിപ്പ് റെഡിയായി. ഞാൻ UK പോവാ. UK-ക്കോ? ആടാ, എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിട്ട്. കൊള്ളാലോ. നീ നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ. അപ്പൊ നാളെ കാണാം. ശരി. എടാ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. പ്രണയം ഉണ്ടാന്ന് ചോദിച്ചാ ഉണ്ട് ഉണ്ട് ഉണ്ട്. അവക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ലടാ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ലോങ് ഡിസ്റ്റൻസ് കേൾക്കുമ്പോൾ തന്നെ പേടിയാ. അല്ലേ, എന്നെ ഓർമ്മ വരും. അളി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് ചിന്തിച്ചൊരു സൊല്യൂഷൻ കാണാം. എന്തായാലും അവളെ ഞാൻ ഒന്ന് കാണട്ടെ. സെറ്റ് ആയിരിക്കുമല്ലേ? നീ ഇവിടെ നിന്ന് ചിന്തിക്ക്, ഞാൻ അകത്തു ചിന്തിക്കട്ടെ. അല്ല ഡേ, അളി എന്തായാലും അടിയിട്ടേ പറയണേ. അല്ല ഞാൻ ഇവിടെ നിന്ന് എന്ത് ചിന്തിക്കാൻ? ഈ പഴം വിഴുങ്ങിയുടെ കാര്യം. എന്തുപറ്റി നിനക്ക്? പനി എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ല. മുഖത്തൊരു വാട്ടം പോലെ. ക്ലൈമറ്റ് ചേഞ്ചിന്റെ. ക്ലൈമറ്റ് ചേഞ്ചോ? ഓ അല്ല, UK-ക്ക് പോണ കാര്യം എന്തായി? UK പോകുന്ന കാര്യം എന്താ? പോയിക്കൊണ്ടിരിക്കുന്നു, നന്നായിട്ട് പോന്നു, സീനില്ല. അല്ല, അപ്പൊ UK-ക്ക് പോകാൻ തന്നെ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു. പിന്നല്ലാണ്ട് പോണ്ടേ? പോണം. അല്ല, അപ്പൊ നീ നമ്മുടെ നാടൊന്നും മിസ് ചെയ്യത്തില്ല? നാടൊക്കെ മിസ് ചെയ്യും ഉറപ്പായിട്ടും, പക്ഷെ പോണ്ട പറ്റില്ലല്ലോ. അല്ല, UK ഇപ്പം പഴയ പോലെയൊന്നും അല്ല. ഇവിടെ എന്താ പഴയ പോലെയാണോ? പണ്ടത്തെ 80s പോലെ ഇവിടെ ഇപ്പം? എടി, UK-ലാണെങ്കിൽ ഇപ്പം ഫുള്ള് മലയാളീസാണ്. പിന്നെ സ്റ്റഡി പ്രഷർ, വർക്ക് പ്രഷർ, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, പിന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതുകൂടാതെ ഹോം സിക്നെസ്, പിന്നെ എപ്പോഴും സെക്കൻഡറി സിറ്റിസൺസ് ഉള്ള ഫീലും. ആകെ ശോകമാണ്. പറഞ്ഞത് കുറേയൊക്കെ ഞാൻ യോജിക്കുന്നു. അത് തന്നെ ഞാനും പറഞ്ഞ. നിനക്കങ്ങനെ തോന്നിയില്ലേ? പിന്നെ ഈ പറഞ്ഞതില് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഏയ്, വേറെന്തർത്ഥം? അങ്ങനെയൊന്നുമില്ല. വേറെ ഒരർത്ഥവും ഇല്ല? അല്ല, വേറൊന്നും ഇല്ല. ഇല്ല, ഒന്നുമില്ല. ഏയ്, വേറെ ഒന്നുമില്ല. ഞാൻ പോകുന്നത് നിനക്ക് വിഷമം ഒന്നുമില്ല? വിഷമമൊക്കെ ഉണ്ട്. ഇപ്പൊ എന്ത് ചെയ്യും? ഓ, അപ്പോ വിഷമമുണ്ടല്ലേ? ഞാനും മനുഷ്യനല്ലേ, മിസ് ചെയ്യുമല്ലോ. താങ്ക് ഗോഡ്. ഞാനോർത്തു ഞാൻ പോകുന്നതില് നിനക്ക് സന്തോഷം മാത്രമേ ഉള്ളായിരിക്കുന്നു. അല്ല, സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ നിന്റെ ജീവിതം മെച്ചപ്പെടുമല്ലേ, അത് ഓർക്കുമ്പോൾ സന്തോഷം. താങ്ക്സ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഞാൻ എന്നൊരു ഫ്രണ്ട് പോകുന്നതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ നിനക്ക്, അതോ വേറെന്തെങ്കിലും? ഒരു ഫ്രണ്ട് പോകുന്ന വിഷമം തന്നെ. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണല്ലോ. ഉറപ്പാണ്. പറയണോ? എന്തേലും പറയാം. അമ്മ, ഒരു മിനിറ്റ്. എന്താ? എനിക്കൊരു തിരുത്തൽ വരുത്താറുണ്ട്. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മൊത്തം റിഗ്രറ്റ് അടിക്കേണ്ടി വരും. എന്താ? ഐ ലവ് യു. എടോ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് വർക്കൗട്ടാന്ന് എനിക്കറിയില്ല. എനിക്ക് അതിൻ്റെ പേടിയുണ്ട്. അതിന് ഞാൻ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. ഓ സോറി, പെട്ടെന്ന് ചിരിച്ചപ്പോൾ ഓർത്ത്. സോറി. എടോ റിലാക്സ്.
ഞാൻ വെറുതെ പറഞ്ഞതാ. ദൈവമേ, ഇപ്പം മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഇഷ്ടമാണെന്നാണോ അല്ലെന്നാണോ? ആദ്യം പറഞ്ഞത്. ഒന്നുകൂടെ പറയാവോ? ഞാൻ ആദ്യം പറഞ്ഞതെന്ന്. എന്ന് വെച്ചാ ഐ ലവ് യു ടു.